ഒരിക്കലും വരൾച്ച ഉണ്ടായി എന്നൊരുപോലെ ആവില്ലല്ലോ, ഇടയ്ക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? അങ്ങനെ അനുകൂലമായിട്ടെല്ലാം ഭംഗിയിൽ അങ്ങനെ നടക്കുമ്പോഴായിരുന്നു അത് സംഭവിച്ചത്. ഇങ്ങനെ പറയാം, വളരെ ശാന്തമായിട്ട് ഞങ്ങളങ്ങനെ കഴിയുമായിരുന്നു. ഇങ്ങനെയാണ് കഥയൊക്കെ വരിക. അത് സംഭവിച്ചു. അവിടെ എന്തോ വരൾച്ച വന്നു, നമുക്കെന്നുവെച്ചാൽ ബിസിനസ്സിൽ എന്തെങ്കിലും ഇടിവ് പറ്റി, നഷ്ടം വന്നു, അല്ലെങ്കിൽ ഒരു മാറാ രോഗം വന്നു, പെട്ടെന്ന് തന്നെ അകാലത്തിൽ തനിക്ക് ആശ്രയമായിട്ടുള്ള ആൾ പൊലിഞ്ഞു പോയി, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമല്ലോ. അതാണ് ഈ പറയണത്. പെട്ടെന്നെന്തോ ഒരു പ്രയാസം വന്നു, വരൾച്ച വന്നു, ഒന്നുമില്ല അവിടെ കിട്ടാൻ. ഞാൻ താൻ രാജാവാണല്ലോ, അന്വേഷിച്ച് പോയി തുമ്പിക്കൈയൊക്കെ ഉയർത്തിപ്പിടിച്ച് പിന്നാലെ പിടിയാനകളും കുട്ടിയാനകളൊക്കെ അങ്ങനെ സഞ്ചരിച്ചു. കുറച്ച് ദൂരം പോയപ്പം തടാകം കണ്ടു, താമരകൾ കുറേ ഉണ്ട്. മനസ്സിലാക്കി താമരകളുണ്ടല്ലോ, അവിടെ ഇരിക്കാം, ആ തടാകത്തെ ആശ്രയിക്കാം. ഗജേന്ദ്രൻ ഇറങ്ങി, നല്ല തടാകം. കുട്ടികളോടും തൻ്റെ പിടിയാനകളോടൊക്കെ പറഞ്ഞു, ഇറങ്ങിക്കോളൂ, ഞാനുണ്ട്, ഇറങ്ങിക്കോളൂ. അവരൊക്കെ ഇറങ്ങി. ആദ്യമൊന്നും പറഞ്ഞില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ അറിഞ്ഞു. എന്തോ ഒന്ന് കടിച്ചിട്ടുണ്ട്, എന്തോ ഒരു പ്രശ്നം തനിക്കുണ്ട് എന്നുള്ളത് തിരിച്ചറിയാണ്. ധാരാളം താമരകൾ പൊട്ടിച്ച് കഴിച്ചു, താമരത്തണ്ടുകൾ കഴിച്ചു, വയറ് നിറഞ്ഞു, വെള്ളം കുടിച്ചു, ദാഹവും പോയി. എന്തിനാണ് തടാകത്തിൽ ഇറങ്ങിയത്? വിശപ്പും ദാഹവും ഉള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? വിശപ്പും ദാഹവും ഉള്ളതുകൊണ്ടാണ് നമ്മളും ഇറങ്ങിയത്. പക്ഷേ വിശപ്പും ദാഹവും തീർന്നിട്ടും നമ്മൾ നിർത്തിയിട്ടില്ല. ബിസിനസ് നിർത്തിയോ? എത്ര കോടിയുണ്ട് ബാങ്കിൽ? എന്നിട്ടെന്താ നിർത്താത്തു ആണ് ചോദ്യം. നിർത്താൻ പറ്റുന്നില്ല. അതിങ്ങനെ വർദ്ധിപ്പിക്കുക. ഒക്കെ നിർത്തി ലീവ് എടുത്തൊന്ന് 7 ദിവസം ഭാഗവതം കേട്ടൂടെ? ഞാനൊരു ദിവസം പോയില്ലെങ്കിൽ എത്ര നഷ്ടം തരും എനിക്കറിയോ? ഇത് കേട്ടില്ലെങ്കിൽ നഷ്ടം എന്താ അയാൾ മനസ്സിലാക്കാത്തോ? അവിടെയാണ് പ്രശ്നം. എന്ത് ലാഭം എന്ത് നഷ്ടം എന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളുകൾ വർദ്ധിച്ചാൽ എന്ത് ചെയ്യും? ഇവിടെ ഒരു നേന്ത്രപ്പഴം വെച്ചു, സ്വർണ്ണത്തിൻ്റെ പഴം വെച്ചു, നമ്മളെന്താ എടുക്കുക? ഭാഗവതം വെച്ചു, 1 കോടി റുപ്യം വെച്ചു, അതെടുക്കുക. എന്താ ഭാഗവതോ? ഞങ്ങളപ്പോൾ ഉള്ള ഭാഗവതന്മാർ തന്നെ ഭാഗവതം അവിടെ മാറ്റി വെച്ച് കോടിയെടുത്ത് പോകണവർ. അപ്പോഴാണ് നിങ്ങൾ, അതാണ് അവസ്ഥ. എൻ്റെ കാര്യം പറഞ്ഞതാണ്, നിങ്ങളെന്നും പറഞ്ഞിട്ടില്ല. അതാണ് ഇവിടെയും വർണ്ണിച്ചത്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞു, ദാഹവും വിശപ്പും മാറിയാൽ കരയ്ക്ക് കയറണ്ടേ? അതാണ് ചോദ്യം. ഗൃഹസ്ഥാശ്രമം വളരെ വൃത്തിയിൽ അനുഷ്ഠിച്ചു, നല്ല അനുകൂലമായ ഭാര്യ, നല്ല മക്കൾ, അവരൊക്കെ നല്ല നിലയ്ക്കാക്കി. അത് കഴിഞ്ഞ് അത്യാവശ്യം അവർക്കും പ്രാപ്തിയായി എന്ന് കണ്ടാൽ ആ താക്കോലൊന്നും കൊടുക്കണ്ടേ? തൻ്റെ പണിയൊക്കെ അവരൊന്നും ഏൽപ്പിച്ചൂടെ? അത് ചെയ്യില്ല, ഞാൻ തന്നെയാണ്. അവരേൽപ്പിച്ചാൽ നഷ്ടമാവും, അവർ നശിപ്പിക്കും. അവർക്ക് എൻ്റെ അത്ര വിവരമില്ല, അവർക്ക് എൻ്റെ അത്ര പക്വത ഇല്ല, ഞാനായാലേ ശരിയാവുള്ളൂ. അങ്ങനെ ഇയാളുടെ അച്ഛൻ വിചാരിച്ചിരുന്നെങ്കിൽ ഇയാൾക്ക് കിട്ടിയിരുന്നു. അങ്ങനെ നാട്ടുകാർ വിചാരിച്ചിരുന്നെങ്കിൽ ഇയാൾ വലിയ കേമനാവുമായിരുന്നുവോ? ഇല്ല. പക്ഷെ എന്ത് ചെയ്യാം? മമത കൊണ്ടാണ്, അഹന്ത കൊണ്ട് സംഭവിക്കുകയാണ്. എന്ത് പറ്റി ചോദിച്ചാൽ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം വിശപ്പും ദാഹവും മാറിയിട്ടും എണീറ്റില്ല, കലക്കി അങ്ങോട്ട് കഴിഞ്ഞു ആ തടാകം. എന്ന് പറഞ്ഞ അർത്ഥം ധർമ്മം വിട്ടു എന്നാണ്. എന്താണ്? ഭഗവാനെ മറന്നു, ഭാഗവതം വായിക്കാണ്ട് ജീവിച്ചു. പാർക്ക് പോകണു, ബീച്ചിൽ പോകണു, സിനിമ കാണുന്നു, ഐസ്ക്രീം കഴിക്കും, ഒക്കെ വേണം കേട്ടോ, ഒരധ്യായം വായിക്കും വേണം. ആണ് ഇതത് വിട്ടു എന്നർത്ഥം. ഭാഗവതം കേൾക്കുന്നത് തൽക്കാലം മാറ്റി വെച്ചു, അത് പിന്നെയാവാം എന്നാര് കണക്കാക്കി? ഗജേന്ദ്രൻ. ഇന്നും കഥയിലില്ല, കഥയിൽ ഗജേന്ദ്രൻ കലക്കി കഴിഞ്ഞേ ഉള്ളൂ. പക്ഷെ നമുക്ക് മനസ്സിലാവാൻ പാകത്തിന് പറയുകയാണ്. അതാണ്. അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അപകടം മനസ്സിലായതേ. അത് മനസ്സങ്ങോട്ട് അധപ്പതിക്കുമ്പോഴേ നമുക്ക് പൊന്തിക്കാൻ പറ്റണം. വല്ലാതെ അങ്ങോട്ട് താഴത്തേക്ക് പോയാൽ പിന്നെ ചിലപ്പം നല്ലോണം പ്രയത്നിക്കേണ്ടി വരും. പന്തൊന്ന് കയ്യിൽ നിന്ന് വീഴുമ്പോഴേക്കും കിട്ടണം. അതല്ലെങ്കിൽ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നൊക്കെ വീണ എന്താ കഥ? അതങ്ങനെ പോയി 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 പിന്നെ തിരിച്ച് കിട്ടില്ല. ആ പാകത്തിന് അങ്ങോട്ട് വീണു പോവില്ലേ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഗജേന്ദ്രനെ മനസ്സിലായി. തൻ്റെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറഞ്ഞു, അതെ എൻ്റെ കാലിലെന്തോ ഒന്ന് കടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരൊക്കെ രക്ഷിക്കാനുണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അവർ കരയ്ക്ക് കയറി. ഇയാളെ കാര്യം നേരെയായി, ഇനി നമ്മളെ കടിക്കണ്ട എന്ന് കണക്കാക്കി കരയ്ക്ക് കയറുകയുണ്ടായത്. അവർ രക്ഷിച്ചില്ല എന്ന് പറയണമെന്നില്ല. അവനവൻ്റെ കാര്യം നോക്കിയും കൊണ്ടൊക്കെ രക്ഷിക്കും, നമ്മളെ പോലെ തന്നെ. നമ്മളും രക്ഷിക്കാണ്ടിരിക്കൊന്നുമില്ല. എന്തെങ്കിലും പ്രയാസം പറഞ്ഞാൽ ശരി, ഞാനൊരു ഇത്ര സംഖ്യ അയച്ചു തരാം, ഗൂഗിൾ പേ അയച്ചോളൂ, ഞാൻ അങ്ങോട്ട് നമ്പർ അയച്ചാൽ മതി, ഇത്ര അയച്ചാൽ എല്ലാം തരാൻ പറ്റില്ല, കുറച്ച് എൻ്റെ വകയും തരാം, അത്രയേ ഉള്ളൂ. അത് ചെയ്യും. ബന്ധുക്കളും അങ്ങനെ തന്നെയാണ്, സുഹൃത്തുക്കൾ അങ്ങനെയാണ്. അടുത്ത ബന്ധുക്കളൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോകും. ആശുപത്രിയിൽ പോയിട്ട് മാക്സിമം എത്ര നല്ല ചികിത്സ കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കുക. അതല്ലാണ്ട് എന്താ ചെയ്യുക? അതിലപ്പുറം എന്താ ചെയ്യാൻ പറ്റുക? കുറച്ച് നേരം നോക്കി നിൽക്കാം. ഒപ്പം ഉണ്ട് കേട്ടോ, ഞാനുണ്ടേ, എവിടെയും പോയില്ല, ഇവിടെ ഉണ്ട് കേട്ടോ,
നല്ല കാര്യം, അതൊക്കെ പറയുമ്പോൾ ഒരു ആശ്വാസമൊക്കെ തന്നെയാണ്, അല്ല എന്ന് പറയണില്ല. പക്ഷേ അതിലപ്പുറം എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടിയാക്കാൻ നമ്മൾ കൂട്ടിയാൽ കൂടുമോ? എത്ര സ്നേഹമുള്ളവരാണെങ്കിലും കൂട്ടിയാൽ കൂടുമോ? സാധിക്കില്ല. അതാണ്. ഭാര്യയോ ഭർത്താവോ മക്കളോ സമ്പത്തോ വീര്യപരാക്രമഭാവങ്ങളോ ഇതൊന്നും അന്തകനെത്തുന്ന സമയത്ത് ഉണ്ടാവില്ല. നമുക്കൊക്കെ സഹായിക്കുന്നതിന് പരിമിതി ഉണ്ട്. അടുത്ത ബന്ധുക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ പ്രശ്നം നമ്മൾ കൺമുന്നിൽ കണ്ടാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിസ്സഹായരാണ്, ഇടപെടാൻ പറ്റില്ല. എങ്ങനെയപ്പോൾ അവരുടെ കാര്യത്തിൽ? നമ്മുടെ കുടുംബത്തിൽ നമുക്കൊന്നും ഇടപെടാൻ വയ്യ. അപ്പോഴാണ് അപ്പുറത്തെ കാര്യം. എങ്ങനെ തന്നെ ആരങ്ങോട്ട് വിളിച്ച് ചോദിച്ചാൽ കഴിഞ്ഞില്ലേ കഥ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് സാധിക്കില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പരിഹാരമൊക്കെ നമുക്കറിയാം. ഞാൻ അധ്യായം വായിച്ചാൽ മതി, ഭാഗവതം വായിച്ച് സപ്താഹം കേട്ടാൽ മതി, ഇത്രയേ ഉള്ളൂ പരിഹാരം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഇവിടെ പറഞ്ഞ ബുദ്ധിമുട്ട്.